അനധികൃത താമസക്കാർക്കുള്ള 2 മാസത്തെ പൊതുമാപ്പ് സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. നിയമപരമായ താമസ രേഖകൾ ഇല്ലാതെ യുഎഇയിൽ കഴിയുന്ന അനധികൃത താമസക്കാർക്ക് അവസരം ഉപയോഗപ്പെടുത്തി പൊതുമാപ്പ് കാലയളവിൽ പിഴയൊന്നും കൂടാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. കൂടാതെ രേഖകൾ നിയമപരമാക്കുന്നതിനും അവസരം ലഭിക്കുന്നതായിരിക്കും. ഈ കാലയളവ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് എതിരെ നിരോധനമോ പിഴയോ ഈടാക്കില്ല എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. കാലഹരണപ്പെട്ട റെസിഡൻസ് വിസകൾ, ടൂറിസ്റ്റ് വിസകൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള വിസകളും പൊതുമാപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. യാതൊരു രേഖകൾ ഇല്ലാത്തവർക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ കഴിയും. യുഎഇയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് അവരുടെ താമസ രേഖകൾ സാധുവാക്കുന്നതിനോ പിഴയില്ലാതെ രാജ്യം വിടാനോ ഉള്ള ഏറ്റവും നല്ല അവസരമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അധിക താമസ പിഴയോ എക്സിറ്റ് ഫീസോ ഇല്ലാതെ തന്നെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം രാജ്യത്തെത്തി എപ്പോൾ വേണമെങ്കിലും പുതിയ വിസയിൽ യുഎഇയിലേക്ക് മടങ്ങി വരാനും കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദർശക വിസയിലെത്തി താമസ രേഖകൾ ഇല്ലാതെ കഴിയുന്നവരാണ് മുൻ വർഷങ്ങളിൽ പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയവരിൽ കൂടുതൽ പേരും. 2007 ശേഷം യുഎഇ സർക്കാർ നടത്തുന്ന 4ാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണ് ഇത്. 2018 ഓഗസ്റ്റിലായിരുന്നു അവസാനത്തെ പൊതുമാപ്പ്. അതുകൊണ്ട് തന്നെ 6 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പൊതുമാപ്പ് ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പ്രയോജനം ചെയ്യും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തീരുമാനം മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികൾക്ക് ഏറെ സഹായകമാകുമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ NK കുഞ്ഞഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം താമസ രേഖകൾ ഇല്ലാതെ യുഎഇയിലുള്ള പ്രവാസികൾ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയോ താമസം നിയമപരമാക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കുവൈറ്റ് ഭരണകൂടം പ്രഖ്യാപിച്ച 3.5 മാസം നീണ്ട പൊതുമാപ്പ് കാലം പ്രയോജനപ്പെടുത്തിയത് 65,000 പ്രവാസികളാണ്. 3.5 മാസം ദീർഘിച്ചതായിരുന്നു കുവൈറ്റിലെ പൊതുമാപ്പ് കാലം. മാനുഷിക ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി രാജ്യം പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലഘട്ടം ധാരാളം പേർക്ക് പ്രയോജനപ്പെട്ടതായി മനസ്സിലാക്കുന്നതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി ഡയറക്ടർ ബ്രിഗേഡിയർ യൂസഫ് അൽ അയൂബ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തിയവരിൽ താമസരേഖകൾ ശരിപ്പെടുത്തി രാജ്യത്ത് നിയമപരമായി തങ്ങാൻ തീരുമാനിച്ചവരും നിയമലംഘനങ്ങളിൽപ്പെട്ട് രാജ്യത്ത് കഴിഞ്ഞ് തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങിയവരും ഉൾപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യം വിട്ടവർക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു വരാൻ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാവില്ലെങ്കിലും കാലാവധി പ്രയോജനപ്പെടുത്താതെ പൊതുമാപ്പ് കാലത്തിന് ശേഷവും അനധികൃതമായി രാജ്യത്ത് തങ്ങുകയും പിടികൂടപ്പെടുകയും ചെയ്യുന്നവർക്ക് രേഖകൾ ശരിപ്പെടുത്തി രാജ്യം വിടുന്നതോടെ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അർദ്ധശങ്കയ്ക്ക് ഇടവില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുമാപ്പ് കാലം അവസാനിച്ചതിൽ പിന്നെ അനധികൃത താമസക്കാരെ കണ്ടെത്താൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ തിരച്ചിലാണ് നടന്നുവരുന്നത്. ഇതുവരെ തിരച്ചിൽ 4650 നിയമലംഘകരെ പിടികൂടാൻ സാധിച്ചതായും ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സെപ്റ്റംബർ 1 ആരംഭിക്കുന്ന പൊതുമാപ്പ് മലയാളികളെ ഒന്നടങ്കം ഏറെ പ്രയോജനപ്പെടുത്തും. ഓണക്കാലം വരികയാണ്. നാട്ടിലേക്ക് മടങ്ങാൻ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.